ഞാനെന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബ്രോ ഞങ്ങളെ സപ്പോർട്ട് ആക്കാൻ പറ്റുമോ, ഞങ്ങൾ സ്റ്റാർട്ടപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ വരുന്നുണ്ട്. മുത്തുമണിയ ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങളെ അടുത്ത് ഒരു ദിവസം ഒരാളിങ്ങനെ ഈത്തപ്പഴം വിറ്റുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ ഈത്തപ്പഴം ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഉമർ തങ്ങൾ എന്ത് ചെയ്ത് അതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഈത്തപ്പഴക്കാരനോട് ചോദിച്ച് ഈ ഈത്തപ്പഴം എപ്പോഴാണ് പഴുക്കാന്ന് ചോദിച്ച്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് അറിയില്ല പറഞ്ഞു. ഇതിപ്പോൾ പഴുത്തുക്കണാ ചോദിച്ച്. അപ്പോൾ മൂപ്പർക്ക് അതും അറിയില്ല പറഞ്ഞു. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചതിന് ശേഷം ഉമർ തങ്ങൾ ഖലീഫാണല്ലോ, രാജാവാണല്ലോ, മൂപ്പര് പറയാം ഈത്തപ്പഴത്തിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് കച്ചവടം ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ പൊട്ടാനുള്ള കൂടുതലായിട്ടുള്ള കാരണവും നമുക്കതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടുമാണ്. എന്നാൽ എല്ലാ ബോധ്യങ്ങളും തികഞ്ഞിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യൂല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കുന്തും കുടച്ചക്കറോ അറിയാതാണ് ഞാൻ ചെന്നൈയിൽ പോയി കണ്ട് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഹോട്ടലുകാരനായിട്ടോ എൻ്റെ വാപ്പ ഹോട്ടൽ ബിസിനസ്സിൽ എന്നെ കൊണ്ടുപോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടോ ഒന്നുമല്ല. ആ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അലല്ല എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ഒന്ന് ഒരുപാട് ഫാൾട്ടുകൾ പറ്റിയിട്ട് ആ ഫാൾട്ടുകളൊക്കെ നികത്തിക്കാനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് ഓരോ സ്റ്റാർട്ടപ്പും തുടങ്ങിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജനിക്കുമ്പോൾ പൈതങ്ങളായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ആവുക. എന്നാലും നമുക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് റിസൾട്ട് വരും എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ്. സെക്കൻഡ് വൺ, നിങ്ങൾ ഈ ഒരു വിഷയത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള എമൗണ്ട് വേണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൊട്ടേഷൻ ചെയ്യാനുള്ള ക്യാഷ് നിങ്ങളെ കയ്യിൽ വേണം. 10 ലക്ഷം റുപ്യ കയ്യിലുണ്ട് പ്രൊജക്റ്റിന്, 10 ലക്ഷം റുപ്യ നിങ്ങളെ കയ്യിലും ഉള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ റേറ്റ് 10 ലക്ഷമാണ്, പ്രൊജക്റ്റിൻ്റെ കയ്യിലുള്ള പൈസ 10 ലക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങരുത് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, 8 ലക്ഷം റുപ്യക്ക് പ്രൊജക്റ്റ് ആക്കിയിട്ട് 2 ലക്ഷം റുപ്യ നിങ്ങൾക്ക് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴേ ആ ബിസിനസ് റണ്ണായിക്കൊണ്ട് മുന്നോട്ട് മിനിമം പോവുള്ളൂ. ഒരു 6 മാസത്തിനുള്ള പൈസയെങ്കിലും നിങ്ങളെ കയ്യിൽ വെച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനും പുഷ് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയിൽ വെച്ചുകൊണ്ട് നിന്ന് പോകും. അതുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയാനുള്ള മെയിൻ കാര്യം ഇതാണ്. മൂന്നാമതായിട്ട് GCCയിലേക്ക് എക്സ്പോർട്ട് ഉണ്ടോ, GCCയിലേക്ക് ഇമ്പോർട്ട് ഉണ്ടോ, അവിടെ ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച്. GCCയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു കമ്പനി വഴിയാണ്, നമ്മൾ ത്രൂ ആയിട്ടാണ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ഇറക്കി കൊടുത്തിട്ട് അവരിൽ നിന്നാണ് ചെയ്യുന്നത്. ഇനി ഇൻഷാ അള്ളാ ഈ എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ GCC കൺട്രീസും യൂറോപ്യൻ കൺട്രീസും കൂടി അത് അതിൻ്റേതായിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ പിന്നീട് ഞാൻ വരുന്നുണ്ട്. പിന്നെ അടുത്തത് ചോദിക്കുന്നത് കൂടുതലായിട്ട് എങ്ങനെയാണ് റേറ്റ് എന്ന്. ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് ഫസ്റ്റ് കോപ്പി വരുന്നത് 1100 to 2200 വരെയും, സെക്കൻഡ് കോപ്പി വരുന്നത് 1100 വരെയും, ഐ മീൻ 600 to 1100 വരെയും സെക്കൻഡ് കോപ്പി വരുന്നത്. ആഗ്രാമൈഡ് വരുന്നത് 235 to 235 മുതൽ ഒരു 600 700 വരെയും, ക്ലോത്ത് ടൈപ്പ് വരുന്നത് 120-125 മുതൽ ഒരു 400 വരെയുമാണ് ഇതിൻ്റെയൊക്കെ ഒരു അപ്രോക്സിമേറ്റ്ലി റേറ്റ് വരുന്നത്. പിന്നെ മോഡൽസ് കളക്ഷൻസ് അതാത് ദിവസത്തിന് പോകുന്ന സമയത്ത് കിട്ടുന്നത്. പിന്നെ ചിലർ വിളിച്ചാണ്ട് ചോദിച്ചു നമുക്ക് ആ മോഡൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടാടിക്കുക, അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊന്ന് വിട്ടാന്ന്. അതായത് നമ്മളെ അടുത്തുള്ള ഒരു പ്രൊഡക്റ്റോ ഒരു 10 പ്രൊഡക്റ്റോ 100 പ്രൊഡക്റ്റോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കാറ്റലോഗ് അടിച്ച് ഞാനിത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. പൊന്നു മോനെ അങ്ങനെ 10-25,000 ഐറ്റംസ് ഉണ്ട് കൽപ്പന. ഞാൻ എവിടുന്ന് ഇട്ടിട്ട് ഈ മോഡൽസിന് ഒന്നായിട്ട് റേറ്റ് ഇട്ട് ഞാൻ കാറ്റലോഗ് ഇടാൻ ഇന്നെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് എൻ്റെ ടീമിനെ കൊണ്ടും കഴിയൂല. ഞാൻ ആദ്യം മക്കളോട് പറഞ്ഞു നിങ്ങൾ അതിന് നിൽക്കല്ലേ മക്കളെ, കാരണം എന്താ വെച്ചാൽ കൂട്ടിയാൽ കൂടൂല. മാത്രമല്ല നമ്മൾ ഇങ്ങനെ 25,000 ഐറ്റംസിനും മോഡലിനും റേറ്റ് ഇട്ടുകയാണ് ഇങ്ങനെ വരുമ്പോഴത്തിന് ആ മോഡലൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഔട്ടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് എന്ത് കാട്ടാനാ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു മോഡലും അല്ല, ഫിക്സഡ് ആയിട്ടുള്ള ഒരു റേറ്റും അല്ല. ഇന്നിപ്പോൾ ഉള്ള മോഡൽസിനുള്ള റേറ്റ് അല്ല നാളെ വരുമ്പോൾ ആവുക. നാളെ റേറ്റ് മാറാനുള്ള കാരണം ഡിമാൻഡ് കൂടുമ്പോൾ റേറ്റ് കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ റേറ്റും കുറയും. ഡിമാൻഡ് ഉണ്ടാ ആ പ്രൊഡക്റ്റിന്, ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അങ്ങാടിയിൽ ആ ടൗണിൽ മാർക്കറ്റിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇതിന് 500 റുപ്യ ആവും. മാർക്കറ്റിൽ സുലഭമാണെന്നുണ്ടെങ്കിൽ 250 റുപ്യക്കും കിട്ടും. അപ്പോൾ എന്നതുപോലെയാണ് ആ ഒരു സമയത്തുണ്ടാകുന്ന റേറ്റല്ല പിന്നീട് ഉണ്ടാവില്ല. പിന്നെ കോമ്പറ്റീഷന്, അവരുടെ ബിസിനസ്സിൻ്റെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഇട്ടുകാണൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചെയ്യുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് റേറ്റുള്ള ചില ഐറ്റംസുകൾ മാത്രമുണ്ട്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ചില ഐറ്റംസുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിക്സഡ് റേറ്റ് ഇട്ടുകൊണ്ട് നമ്മളെ കാറ്റലോഗ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസിനൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് അന്നേ ദിവസം നിങ്ങൾ കമ്പനിക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണ ഞങ്ങൾ ഫോട്ടോസിലൂടെ അറിയിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ അപ്പോയിൻമെൻറ്റ് ദിവസം നിങ്ങൾക്കിപ്പോൾ ഒരു മേ ബി ഒരു ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക്
വേണ്ടിയിട്ടുള്ള A to Z പെർഫോമൻസ് പർച്ചേസ് ഞങ്ങൾ നടത്തി തരും. ആ സമയത്ത് ലേഡീസ് ആണോ, ജെൻസ് ആണോ, ബോയ്സ് ആണോ, കിഡ്സ് ആണോ, അതേപോലെ തന്നെ ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളത് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ TR അയച്ചു തന്ന് നിങ്ങൾ അതിൻ്റെ ബിൽ എമൗണ്ടും കാര്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതാണ് ചെയ്തിട്ട് പിന്നെ പാക്ക് ചെയ്യുന്നിടത്തും മറ്റുള്ളിടത്തൊക്കെ ഞങ്ങളെ ശ്രദ്ധയോട് കൂടിയിട്ട് ഞങ്ങൾ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇതിനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ നാളെ ഒരാൾ വന്നുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള ആ പേടിയൊന്നും എനിക്കില്ല. കാരണം ഇത് ഒരു ദിവസത്തോ 2 ദിവസത്തോ 1 മാസത്തോ 2 മാസത്തൊന്നും എഫേർട്ടല്ല. ഇതിന് കുറച്ച് ഒരുപാട് മെനക്കെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പട്ടിണിയിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു പൊസിഷനിലേക്ക് മാഷാ അല്ലാഹ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഒരു പേടിയോ ബേജാറോ അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും പറ്റും മുത്തേ. അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റുകൾ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടുന്ന് എടുത്ത ടിക്കറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആക്കാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റിന് മുമ്പ് എനിക്ക് ഏകദേശം ആ ദിവസത്തേക്ക് ഫ്രീ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതല്ലെങ്കിൽ ഫ്രീ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മറ്റേ കസ്റ്റമറിനെ മാറ്റിയിട്ട് നിങ്ങളുടെ ഡേയിലേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഒറ്റ പോയി കണ്ട് എനിക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ കൊണ്ടുപോകുന്ന കടയിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ ബില്ല് അയച്ചു തന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുമ്പോൾ ആ കടൻ്റെ സാധനങ്ങളുടെ ബില്ല് അവരിതിൽ ഉണ്ടാവുമല്ലോ. ആ ബില്ല് അയച്ചു തന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരായിട്ട് മുട്ടി നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ലേ? നാക്കുവജ്ജ് എടുത്തുന്ന കടയിൽ നിന്നാണ് ഞാൻ പൈസ അയച്ചു കൊടുത്തത് എന്നൊന്നും എന്നോട് പറഞ്ഞുകൊണ്ടേ വരരുത്. ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നോട് ചോദിച്ചോളൂ. ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ആ കടയിൽ മുട്ടിയിട്ട് നിങ്ങളുടെ പൈസ പോയിന്നോ, മോഡൽസ് മിസ്സായിന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചെന്നോ, ഇതൊന്ന് പോയി നോക്കോ, ഇതൊന്ന് ചെയ്തു നോക്കോ എന്നൊന്നും എന്നെ വിളിച്ചാണ്ട് അറിയിക്കരുത്. കാരണം എനിക്ക് അതന്നെ നേരം ഉണ്ടാവില്ല. അതൊക്കെ പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്, സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മിനിമം എന്ത് ചെയ്യണം, ഒരു റൂം എടുക്കണം. ആ റൂം എടുത്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തു വെക്കണം. മിനിമം ഇൻറ്റീരിയർ ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കാലി റൂം സെറ്റാക്കി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അറിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഡിസൈൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കാലി റൂം തന്നെ ഉള്ളൂ, അഡ്വാൻസും കൊടുത്തുകൊണ്ട് വാടക സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ആ മോഡൽസ് ആ ഇൻറ്റീരിയർ ചെയ്യാനുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളുണ്ടാവും, ലേഡീസൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, ആങ്ങളാരില്ലാത്തവരുണ്ട്, മാപ്പിളാരില്ലാത്തവരുണ്ട്, അതോടൊപ്പം തന്നെ കാലിന് സുഖമില്ലാത്ത ഭർത്താവുകൾ, അങ്ങനത്തെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ആര് വന്നാലും അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ തടിയും ഈ നാവും ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ കയ്യകലത്തിൽ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിലൊരു കാര്യം കൊണ്ടും ബേജാറാണ്ട. അതിന് നിങ്ങൾ ₹1 പൈസ അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ബെനിഫിറ്റോ ഒന്നുമല്ല. ആകെ എനിക്കൊരു 10-15 കൊല്ലം ആയുസാള് ജീവിച്ചിരിക്കുന്ന ഉണർന്നു നിൽക്കുന്നത്. ബാക്കി 15 കൊല്ലം ഉറങ്ങാനേ കയറും. ആയുസ് 30 കൂടി ഇനി കിട്ടിയാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ 15 കൊല്ലത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗം ഇങ്ങനെ കിട്ടാനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ അതിമൊന്നും എടുത്തിട്ട് വേണ്ട. അപ്പോൾ അത് എന്താ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ബിസിനസ്സിനെ സക്സസ് ആക്കാൻ ആരുമില്ല, രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനെ കേസിലാക്കാൻ ആരുമില്ല. മോട്ടിവേഷൻ തരാൻ കണ്ടമാനം ആൾക്കാരുണ്ട്. ആ മോട്ടിവേഷന്മാർക്ക് പൈസയും കൊടുക്കണം. അതാ വലിയ രസം. ഏതായാലും ഈ മോട്ടിവേറ്റർമാരെ കൊണ്ടൊക്കെ ഉള്ള ദുൽമ പിന്നീട് എന്താണെന്നുള്ളത് നിങ്ങൾ അറിയും. ഇപ്പം ഞാനതൊന്നും പറയുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈഫിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ നിറയുന്ന സമയത്താണ് ആരെങ്കിലുമൊക്കെ ഒരു കൈസഹായം വേണ്ടത്. പിന്നെ എല്ലാം കൊണ്ടും സഹായിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. പൈസ കടം കിട്ടുമോ, ക്രെഡിറ്റ് കിട്ടുമോ, ക്രെഡിറ്റ് കിട്ടുമോ എന്ന് വെച്ചിട്ടുണ്ട്. പൊന്നു മോനെ, അള്ളാൻ്റെ തൗഫീഖോട് കൂടിയിട്ട് ജൈനെ വിളിച്ചല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അമ്മട്ടം പ്രശ്നങ്ങളാണ്. ഓരോ ബാലാണ്ട് കയറി പോണീൻ്റെ അടിയിൽ കൂടി ഒരു മിനിറ്റ് പൈസ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗിറുഗിറാക്കും മുതലാളിമാർ ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇനി ക്രെഡിറ്റും കൂടി ചോദിച്ചും കൊണ്ട് വലരുത്തിക്കാണ് ചെല്ലാൻ പറ്റില്ല. ചെല്ലാൻ പറ്റായിട്ടല്ല, ഒന്നാമത് ക്രെഡിറ്റ് ഒന്നും വേണ്ട കുഞ്ഞാ. അതൊക്കെ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. എനിക്ക് എന്നല്ല, ആർക്കും റിസ്ക്കാണ്. മാർക്കറ്റിൽ ക്രെഡിറ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. നാട്ടിലായാലും ഇവിടെ ആയാലും ക്രെഡിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലാങ് മാറുകയാണ്. അതുകൊണ്ട് ക്രെഡിറ്റിൻ്റെ ഓപ്ഷൻ ഇല്ല. പിന്നെ പറയാനുള്ളത്, ഈ ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. റേറ്റുകളെ കുറിച്ച്, മോഡൽസിനെ കുറിച്ച്. പിന്നെ മോഡൽസ് അയക്കുന്നതുകൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. മോഡൽസ് നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും എനിക്ക് അയച്ചു തരാൻ പറ്റും. പക്ഷേ ഒരേ ടൈമിൽ ഒരുപാട് മോഡൽസുകൾ വേണം. ഇനിയുണ്ട മോഡൽസ് ചിലവർക്ക് എത്ര അയച്ചു കൊടുത്താലും മതിയാവില്ല. ഇനിയുണ്ട മോഡൽസ് അറിയും. അപ്പോൾ ഞാൻ അവനോട് പറയണതാണ്, അപ്പോയിൻമെൻ്റ് എടുത്തോ, നിങ്ങൾക്ക് ആ കടയിൽ പോയി കണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ തരാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കടയിൽ കയറിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് കളിച്ചാനൊന്നും പറ്റില്ല. ഇത് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ വെരി കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷനുള്ള മാർക്കറ്റിൽ പോയി കണ്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോസ് എടുത്ത് കളിച്ചുമ്പോൾ ഓൽക്ക് ദേഷ്യം പിടിച്ചും.
ദേഷ്യം പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല അപ്പുറത്തുള്ള ശത്രുക്കളെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവർ പുതിയത് അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് പറ്റൂല. പിന്നെ നമ്മളോടുള്ള അത്രയും ആത്മബന്ധം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മളെ ഡീലിംഗ് കൊണ്ടും നമ്മളെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ടാണ് അവരൊക്കെ ഈ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നമ്മളോട് സമ്മതിക്കുന്നത്. ഈവൻ 90% ആളുകളും വീഡിയോ കോൾ ചെയ്തുകൊണ്ട് മോഡൽസ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയല്. മനസ്സിലായ? വീഡിയോ കോൾ ചെയ്തുകൊണ്ട് മോഡൽസും കാണിച്ചു കൊടുക്കുന്നു. കാറ്റലോഗ് പോലും ഇവിടെ ഇല്ല. അപ്പോൾ അതിനെന്താ കാരണം? എന്താ? എല്ലാ കടയിലല്ല, 90% കടകളിലും വീഡിയോ കോളിന് ഓപ്ഷനെ ഒലിതാക്കുള്ളൂ. പിന്നെ നമ്മൾ അതിനനുസരിച്ച് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓലൊന്ന് ഓക്കെ പറയും. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിച്ച പോലെ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നും അല്ലത്. നല്ലോണം കഷ്ടപ്പാടുണ്ട്. നല്ല വെയിൽ കൊള്ളണം. 43 ഡിഗ്രിയിലുള്ള ചൂട്. ഇന്നിപ്പോൾ എത്രയാണെന്ന് അറിയാം? 37 38 ആ ചൂടും സഹിക്കണം. അതിൻ്റെ ഇടയിൽ AC റൂമിൽ ഇരുന്നാണ് ഞാൻ അങ്ങനെ ഓൺലൈനിൽ ഫോട്ടോസ് ഇങ്ങനെ അയച്ചിരുന്ന് നോക്കിയാണ് ഇങ്ങനെ സെലക്ട് ചെയ്തല്ല. പെരിഞ്ചൂടത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തരുമ്പോൾ നിങ്ങൾ അവിടെ AC റൂമിൽ നിന്നാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്, ടഫുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയതാണ് ജീവിതം. അതെല്ലാം കൂടിയതാണ് ബിസിനസ്. ഈ കഷ്ടപ്പാടുകളൊക്കെ ഇങ്ങനെ അനുഭവിച്ചാണ് എനിക്കുണ്ടാകുന്ന നിങ്ങൾക്ക് ആ സാധനം കിട്ടുന്ന സമയത്ത് മച്ചാജ് പറഞ്ഞ മാതിരി നല്ല പെർഫെക്റ്റ് പൊരുളാണ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് മുത്തേ നമ്മളെ സന്തോഷം. വേറെ ഒന്നുമില്ല. അല്ലാതെ ഇപ്പോൾ 2500 രൂപ 3000 രൂപ ഒരു സർവീസ് ചാർജും കിട്ടിയാണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി പോകും എന്നുള്ളതൊന്നുമില്ല. എല്ലാം ഈക്വൽ തന്നെയാണ്. നമുക്ക് നിങ്ങളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടാവും, ഒരു ദിവസം 2500 രൂപ അവനക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല ആൾക്കാർ. ഇപ്പം എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ പറയാം. ഒരു ദിവസം അവനക്ക് 2500 മാർക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൻ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും? ഓൾക്ക് എത്ര വരുമാനമായി? പൊന്നു മോനെ, സദാസമയം എല്ലാ ദിവസവും തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന്. രണ്ടാമത്, മാസത്തിൽ 30 എന്നാണ് കൂട്ടുക. മാസത്തിൽ 24 ഉള്ളൂ, ഇവിടെ 26 ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ 4 ദിവസം കമ്പനി ലീവാണ്, 4 ദിവസം ഞാനും ലീവാണ് മിക്കവാറും. 8 ദിവസം പോയാ പിന്നെന്താ ഉള്ളത്? 22 ദിവസം. 22 ദിവസത്തിൽ ഒരു ദിവസം തന്നെ ഒറ്റ കസ്റ്റമറിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അടുത്ത കസ്റ്റമേഴ്സിൻ്റെ ചിലപ്പോൾ പെൻഡിങ്ങിൽ ഇടേണ്ടി വരും. അപ്പോൾ എന്തായി? പിന്നെയും കുറയുക. അപ്പോൾ എന്തായി? 3000 എവിടെത്തി? പിന്നെ ഒരു റൂം, ഈ റൂമിന് ചിലവ് കാര്യങ്ങൾ എല്ലാം കൂടി എത്രയായി? ഒരു ദിവസം എത്രയാവും? 500 രൂപ 600 രൂപ അങ്ങനെ പോയാൽ ഒരു ദിവസത്തെ ചിലവാണ് പറയുന്നത്. മിനിമം എക്സ്പെൻസ് 600 രൂപ ഒരു വ്യക്തി കിട്ടുക, ഞങ്ങളുടെ വേറെയുള്ളത്. അപ്പോൾ 600 രൂപ 700 രൂപ അങ്ങനെ പോയാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര ഉള്ളത്? 2300 രൂപ. ഈ 2300 ഇൻറ്റു ഒരു 18 അതല്ലെങ്കിൽ 20 ദിവസം കൂട്ടി വെക്കാം. എത്രയായി? നിങ്ങൾക്ക് വാങ്ങണ 35,000 40,000 തന്നെയാണ് എനിക്ക് ഒരു മാസം കിട്ടുന്നത്. അപ്പം ഞാനത് പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഭാര്യ കെട്ടിക്കാൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിൽ നിങ്ങൾ ആലോചിച്ചാണ് നിൽക്കൊന്നും വേണ്ട. നമ്മളെ ബിസിനസ്സുകൾക്കൊപ്പം ഇതും കൂടി ഇതിൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. അപ്പം നിങ്ങൾ ഇതെല്ലാം കൂടി ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ തല കൊണ്ടാക്കിയാണ് ബന്ധിയും എന്തൊക്കെ ഭാര്യ കെട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ്ട എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താ ഏറെക്കുറെ മുത്തേ കൽബേക്കറളെ മാണിക്കല്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഇനി ഇൻഷാല്ല പ്രതീക്ഷിക്കാം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു യൂട്യൂബിൻ്റെ വ്ളോഗറിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലല്ലേ. ഒരു തുറന്നിട്ട വാതിൽ, അതേപോലെ ഒരു ടേബിൾ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നടന്നാൽ മതി. അതിൻ്റെ അല്ല, അതിലല്ല മുഖ്യം, ഇതിലാണ് മുഖ്യം. ഇത് നിങ്ങൾക്ക് വ്യക്തമാക്കണോ മതി. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. വെറുതെ ഇരുന്ന് കണ്ട് ഈ മോഡൽസൊക്കെ എന്താ പാട് ഇതുണ്ടാ അങ്ങനെ ചോദിച്ചില്ല കൽബേ. കാരണം അർഹിക്കുന്നവർ പിറകിലാക്കിക്കൊണ്ട് അർഹത ഇല്ലാത്തവർ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ സമയമാണ് നഷ്ടപ്പെടുന്നത്. ആവശ്യക്കാരെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് കരുതിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഞാൻ എടുക്കായിട്ടല്ല, എല്ലാവരും മെസ്സേജ് നമ്മൾ എടുക്കും. പക്ഷെ സമയം വിലപ്പെട്ടായല്ലേ, 24 മണിക്കൂറല്ലേ ഉള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ട് പോവുക. പിന്നെ ലേഡീസിൻ്റെ ഐറ്റംസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജെൻസിൻ്റെ ഐറ്റംസിൻ്റെ ഉണ്ട് കേട്ടോ. കിഡ്സിൻ്റെ മറന്ന് കിഡ്സിൻ്റെ ഐറ്റംസും. പിന്നെ ലേഡീസ് സ്ത്രീകൾക്ക് സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടാ. അതിന് വേണ്ട സർവ്വ സെറ്റിങ്സും നമ്മൾ ചെയ്തുതരും. ഓക്കെ, എന്നാൽ ഏറെക്കുറെ ഇൻഷാ അല്ലാഹ് പോയോക്കാം. ഓണം ഞമ്മക്ക് ഹൈസ്.